ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് രാവിലെ തുടങ്ങുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഞാനിന്നിടുന്നത്. അപ്പോൾ രാവിലെ ചെറുപയർ കറിയും പുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയറൊക്കെ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് ചെറുപയർ കറിയും പുട്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ്. പിന്നെ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിന്ന് കൊണ്ടോട്ടി വരെ പോകാനുണ്ട് കേട്ടോ. അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഋതു ഇന്ന് ക്ലാസ് പോകുന്നില്ല കേട്ടോ, അവൾക്ക് പല്ലുവേദന ആണ്. ഇനി പുട്ടുണ്ടാക്കാനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവാനും കൂടി ഉണ്ടായിരുന്നു, അത് റിയ ചിരവി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി അയ്മണ്ണ് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവന് ക്ലാസ് പോയിട്ടുണ്ട്. പിന്നെ കൊണ്ടോട്ടിയൊക്കെ പോയി വന്നു കേട്ടോ. അപ്പം ഋത അയ്മണ്ണ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പോകുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അയ്മണ്ണ കൂട്ടണമെന്ന്. അങ്ങനെ അവൾ വന്നിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കൂടെ ഇവിടെ നിന്നു കേട്ടോ. അപ്പോൾ അയ്മൺ ഒറ്റയ്ക്ക് പോകുന്നത് റെയറാണ്, കൂടുതലും ഋത ഉണ്ടാവും. അപ്പം നമ്മളെല്ലാവരും അവനെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഒറ്റയ്ക്കാവുമ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ട സന്തോഷത്തിലാട്ടോ. ഭയങ്കര കുറവുണ്ട്, പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് പോയിട്ടോ. കുറച്ചാൾ നടന്നും പിന്നെ കുറച്ചാൾ ബൈക്കിലും കയറിപ്പോയി. അയ്മണ് ബൈക്ക് കയറി, ഞങ്ങളൊക്കെ നടക്കുകയും ചെയ്തു കേട്ടോ. റിയ ഉണ്ട് ബൈക്കുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി നേരെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ലൈറ്റായിട്ടാണ് കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തക്കാളിക്കറിയും പിന്നെ സോയാബീനും പിന്നെ ഞാൻ വന്നപ്പോൾ ഓംപ്ലേറ്റും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അയ്മണ് ഇതൊന്നും കഴിക്കുമെന്നൊരു ഉറപ്പില്ല കേട്ടോ, കാരണം സോയാബീനും തക്കാളിക്കറിയൊന്നും അവന് വലിയ താല്പര്യമില്ല. പിന്നെ ഓംപ്ലേറ്റും കൂട്ടി കുറച്ച് ചോറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്ത് അയ്മണിൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവർക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളപ്പോൾ ലഞ്ചൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാനൊന്ന് കഴുകി വെയിലത്തൊക്കെ വെച്ചതാണ് കേട്ടോ. പിന്നെ നല്ല സപ്പോർട്ടുകളൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ കുറേ അങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇത്തവണ മുകളിലേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറിക്കാനൊക്കെ നല്ല പാടാണ്. പിന്നെ ഞാൻ ഉണങ്ങാൻ വെച്ച പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അയ്മണൊന്ന് ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവന് പഴമൊക്കെ വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഋത ഓറിയോൻ്റെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓറിയോൻ്റെ ഒരു ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ഒരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.